ദൈവത്തിൻ്റെ ശക്തി ശരീരത്തിലേക്ക് വരുമ്പോൾ എന്നായി മാറും? സൗഖ്യമായി മാറും. ദൈവത്തിൻ്റെ ശക്തി ജീവിത മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ എന്നായി മാറും? അനുഗ്രഹമായി മാറും. ഇനി ദൈവത്തിൻ്റെ ശക്തി ആത്മാവിലേക്ക് വരും. ഇപ്പം ഞങ്ങൾ വന്ന് അവന് വാസ്തവം ഉറപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ എവിടേക്കാണ് വരണം എന്നാണ് ഇപ്പോഴും കർത്താവിന് വചനം പറയുന്നത്. ശരീരത്തിൽ വരും, ജീവിത മണ്ഡലങ്ങളിൽ വരും, പിന്നെന്താണ്? ആത്മാവിൽ വരും. ആത്മാവിൽ വരുമ്പോൾ എന്തായി മാറും? കൃപയായി മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ആത്മാവ് എന്ത് പറ്റും? ആത്മാവിന് പുണ്യപൂർണ്ണമാകും. കൂദാശയുടെ ഇഫക്റ്റാണ് കൂദാശ അനുകരണമെന്ന് സഭയിൽ വലിയൊരു ശുശ്രൂഷ സംവിധാനമുണ്ട്. ഈശോമിശിഹ സ്ഥാപിച്ച കൂദാശ അല്ലാതെ കൂദാശ അനുകരണങ്ങളുണ്ട്. കൂദാശ അനുകരണങ്ങൾ സഭയ്ക്ക് നിശ്ചയമുണ്ട് പഠനകാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ അനുഭവത്തിലേക്ക് വരുമ്പോൾ കൂദാശ അനുകരണങ്ങൾ എത്ര വേണമെങ്കിലും വരാം. കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം. പറഞ്ഞേ, നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശ. അപ്പോൾ ഈ കാണപ്പെടുന്ന അടയാളത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കണത്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദമാണ് ലഭിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിക്കുന്ന എല്ലാ അടയാളങ്ങളും അനൗദ്യോഗിക കൂദാശകളാണ്. അതായത് കൂദാശ അനുകരണങ്ങൾ. ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞ്, അവനെ ക്ഷമയോടെ നമ്മൾ പരിചരിക്കുന്നു. ക്ഷമയെന്ന് പറഞ്ഞാൽ ഹൈടെക് ക്ഷമയാണ്. സാധാരണ ക്ഷമ കൊണ്ട് ഒരു ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം ഏത് സമയത്ത് നമ്മുടെ മോന്തക്കിട്ട് അടിക്കുമെന്ന്. നമ്മൾ എങ്ങനെ ചോറ് കൊടുത്താലും കിടത്തി ഉറക്കിയാലും കൊച്ചെഴുന്നേക്കുമ്പം പാർസൽ അടി മുഖത്ത് തോന്നും. നമ്മൾ ദൈവം ഇതിനെ കാലെ പിടിച്ച് നിലത്തിൽ അടിക്കണം തോന്നിപ്പോവും. നമുക്ക് ദേഷ്യവും അരിശവും ഉണ്ടാകും. സാധാരണ നമ്മൾ ദേഷ്യത്തിൽ നിന്നും നെഗറ്റീവിൽ നിന്നാണ് വരണത്. മൈനസ് നെഗറ്റീവിൽ നിന്നാണ് കയറി വരേണ്ടത്. ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുന്നത് പ്രതലത്തിൽ നിന്നല്ല ലോഞ്ച് ചെയ്യണത് സ്നേഹം. പിന്നെ എങ്ങനെയാണ്? മൈനസ് നെഗറ്റീവിൽ നിന്നാണ് വരണത്. കാര്യം ദേഷ്യത്തിൽ നിന്നും അരിശമാണ് നമുക്കുള്ളത്. കാര്യം അടി കൊള്ളുമ്പോൾ ആർക്കായാലും ഏത് അമ്മക്കായാലും അരിശം വരും. ഈ അരിശത്തിൽ നിന്നാണ് നമ്മൾ ന്യൂട്രൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് കൊച്ചിനോട് സഹിക്കുന്ന സ്നേഹത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നാ ഒരു ഗ്രാവിറ്റിയാണ് ആ ഗ്രേസിന്. സാധാരണ ഗ്രേസ് അല്ല അത്. അതാണ് ഹൈടെക് ഗ്രേസ് എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇതിൻ്റെ മേൽ നമുക്ക് താങ്ങാനാവാത്ത വിഷയത്തിൻ്റെ മേലും കീഴടക്കാനാവാത്ത വിഷയത്തിൻ്റെ മേലും നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത്. എന്താ വേണ്ടത്? കൃപയാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവിടെ അനുഗ്രഹം കൊണ്ട് നിൽക്കത്തില്ല. അവിടെ എന്ത് വേണം? നിനക്ക് താങ്ങാനാവാത്ത വിഷയം, നിനക്ക് സഹിക്കാനാവാത്ത സാഹചര്യം, അതിനെ അതിലംഘിക്കാൻ എന്താ? ഇപ്പം പത്രോസ് ചോദിച്ചില്ലേ കർത്താവിനോട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, വിവാഹബന്ധം ഇത്തരത്തിലാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത്? അല്ലേ? അങ്ങനെ ചോദിച്ചില്ലേ? നല്ല ചോദ്യമാണ്, നമുക്ക് വേണ്ടി ചോദിച്ചതാ. ജനിക്കണ കൊച്ചു ഓട്ടിസമാണെങ്കിൽ കൊച്ചുണ്ടാക്കാതിരിക്കണതല്ലേ നല്ലത്? എത്ര ഒരുപാട് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഏത് സമയത്തും ഭർത്താവ് നമ്മുടെ കഴുത്തേക്ക് കയറുന്ന ആളാണെന്ന് വിചാരിച്ചോ? ഏത് സമയത്തും ഭാര്യ നമ്മളെ സംശയിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നമുക്കും ചോദിക്കാം, കല്യാണം കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത്? അപ്പം കർത്താവ് എന്നാ പറയും? മത്തായി 19:11 എന്താ പറയണത്? അതിനുള്ള കൃപ ലഭിച്ചാൽ ഈ സാഹചര്യത്തെ നിനക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റും, സാക്ഷിയാകാൻ പറ്റുമെന്നാണ്. അപ്പോൾ അവിടെയാണ് കൃപയുടെ ഒരു സാധ്യത വരണത്. അപ്പം ചിലത് അനുഗ്രഹം കൊണ്ട് നടക്കത്തില്ല, കൃപ തന്നെ വേണം. ഓട്ടിസം ബാധിച്ച കുഞ്ഞുമായിട്ട് നമ്മൾക്ക് അക്കമ്പനി ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൃപ വേണം. എന്താ കൃപ? ദൈവത്തിൻ്റെ ശക്തിയാണ് കൃപ. 2 Corinthians 12:9 ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി,
കൃപ പ്രവർത്തിക്കുന്നത്. കൃപയ്ക്കുള്ള പ്രശ്നമുണ്ട്, അനുഗ്രഹം പ്രവർത്തിക്കത്തില്ല. മനസ്സിലായില്ലേ? അനുഗ്രഹം അനുഭവിക്കുകയുള്ളൂ, അനുഗ്രഹം പ്രവർത്തിക്കത്തില്ല. കൃപ പ്രവർത്തിക്കും. ഇപ്പം കൃപ പ്രവർത്തിക്കണത് എന്താണ്? അത് ബുദ്ധിയും ബോധവും ശക്തിയുമുള്ള ഒരു കോൺഷ്യസ് ആയിട്ടാണ് കൃപ പ്രവർത്തിക്കുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ പേഴ്സണൽ ടച്ചാണത്. വ്യക്തി ദൈവത്തിൻ്റെ നമ്മുടെ ഉള്ളിലല്ല വരുന്നത്. അതന്നെ ഗലാത്യർ 6:18 കർത്താവിൻ്റെ കൃപ നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിലേക്ക് വരണത് എന്താണ്? വ്യക്തി ദൈവം ശക്തിയായിട്ട് വരികയാണ്. കൈ അടിച്ച് കർത്താവിന്റെ കർത്താവേ, ഞങ്ങളുടെ കുറവുകള്, ബലഹീനതകള്, പോരായ്മകള്, വിശ്വാസത്തിലുള്ളത്, കുടുംബജീവിതത്തിലുള്ള എല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴെന്താ പരിശുദ്ധാത്മാ പറഞ്ഞത്? നമുക്ക് താങ്ങാനാവാത്ത, നമുക്ക് മാനേജ് ചെയ്യാനാവാത്ത, നമുക്ക് സഹിക്കാനാവാത്ത വിഷയങ്ങൾക്ക് അനുഗ്രഹമല്ല വേണ്ടത്, പിന്നെ എന്നാ വേണ്ടത്? കൃപയാണ് വേണ്ടത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? കൃപ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കണത്? വ്യക്തിയുമാണ്, ശക്തിയുമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പ്രവർത്തിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് ശക്തിയോട് സ്തുതിക്കട്ടെ. കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ അളവില്ലാത്ത നിൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. അപ്പൊ ദൈവം വ്യക്തിയായി ശക്തിയായിട്ടാണ് നമ്മളിലേക്ക് വരുന്നതിനും ബൈബിൾ പിളറുടെ പേരാണ് കൃപ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ വ്യക്തി ദൈവം ശക്തിയോടെ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് താങ്ങാനാവാത്ത വിഷയങ്ങൾ വരുമ്പോൾ. അതാ ഞാൻ പറഞ്ഞില്ലേ, വിവാഹ ജീവിതം ഇത്തരത്തിലാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത്. കുഞ്ഞുങ്ങളുണ്ടാകണം ഇത്തരത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കണതല്ലേ നല്ലത്. അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, ഇത്രയും പ്രതികൂലമാണെങ്കിൽ, പൊറുതിമുട്ടിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇതുണ്ടാവാതിരിക്കണതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നത് നിസ്സാരമായ ചോദ്യമല്ല. ജീവിത ഇത്തരത്തിലാണെങ്കിൽ ആത്മഹത്യ ചെയ്യണതല്ലേ നല്ലത് എന്ന് ചോദിച്ചാണ് ആൾക്കാർ എല്ലാവരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത എല്ലാവരും ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിൽ ചോദിച്ച ചോദ്യമാണിത്. ഇത് പിശാചിൻ്റെ ചോദ്യമാണ്. അതായത് ഇന്ന് വരെ ആത്മഹത്യ ചെയ്തിട്ടുള്ള എല്ലാ മക്കളും ചോദിച്ചിരിക്കണത് എന്താ? വിവാഹ തകർച്ചയായാലും, സാമ്പത്തിക തകർച്ചയായാലും, ബിസിനസ് തകർച്ചയായാലും, ഇത്രയും സമാധാനക്കാരാണ് ജീവിതമെന്നുണ്ടെങ്കിൽ, ഇതാണ് ജീവിതമെങ്കിൽ ആത്മഹത്യ ചെയ്യണതല്ലേ നല്ലത്. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ മാർഗമുണ്ടെന്നാണ് അവൻ മനുഷ്യരാശിയോട് പറഞ്ഞത്. കൈ അടിച്ചു കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വഴിമുട്ടി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ദുഃഖങ്ങളെ സമർപ്പിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാൻ വിശ്രമിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ ശക്തി എല്ലാ മേഖലകളിലേക്കും, ജീവിതം മടുത്തവരിലേക്ക് അഭിഷേകമാകണമേ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. കൃപമതിയേ അളവില്ലാത്ത നിൻ എല്ലാവരും കൃപമതിയേ അളവില്ലാത്ത നിൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജീവിതം ഇത്തരത്തിലാണെങ്കിൽ ജീവിക്കാണ്ടിരിക്കണതല്ലേ നല്ലതെന്നല്ല പത്രോസ് ചോദിച്ചത്. ജീവിതം ഇത്തരത്തിലാണെങ്കിൽ, അതാണ് മത്തായിയുടെ ശ്ലീഹയുടെ സുവിശേഷം 19:11. ജീവിതം ഇത്തരത്തിലാണെങ്കിൽ ജീവിക്കാണ്ടിരിക്കണതല്ലേ നല്ലത് എന്നാണ് പത്രോസ് ചോദിച്ചത്.
എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യണതല്ലേ നല്ലതെന്ന്. അത് പിരിച്ച് കൊണ്ടുവന്നാൽ അവിടെ വന്ന് അവസാനിക്കും. അപ്പോൾ ഈശോ പറയും ആത്മഹത്യ ചെയ്യാണ്ടിരിക്കാനും മാർഗമുണ്ട്. എന്താണ്? അതിനുള്ള കൃപ മേടിച്ചാൽ മതിയെന്ന്. അതിൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ള ദൈവത്തിൻ്റെ ശക്തി. എങ്ങനെയുള്ള ശക്തിയാണ്? വ്യക്തിയോട് കൂടിയ ശക്തിയാണ്. അതാണ് ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. ഞങ്ങൾ വന്ന് അവന് വാസം ഉറപ്പിക്കണത് അതിൻ്റെ പ്രോപ്പർ പ്ലേസ് എവിടെയാണ്? ആത്മാവ്. അതുകൊണ്ടാണ് ഗലാത്യർ 6:18 പറയണത് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ മീൻസ് കർത്താവിൻ്റെ ശക്തി. കർത്താവ് വ്യക്തിയായി ഇറങ്ങി വരുന്ന ശക്തിയോട് കൂടിയ വ്യക്തിയുടെ സാന്നിധ്യമാണ്. അതാണല്ലോ മോസസിനോട് പറഞ്ഞത്. അതല്ലേ മോസസിനോട് പറഞ്ഞത്, വ്യക്തിയോട് കൂടിയ ശക്തി. അതാണ് കൃപാസനം. മോസസിനോട് എന്താ പറഞ്ഞത്? ജെറിക്കോ ജെറിക്കോയിൽ രാക്ഷസന്മാരാണുള്ളത്, യുദ്ധം ചെയ്ത് അവരോട് ജയിക്കാൻ പറ്റത്തില്ല, അവർ ഞങ്ങളെ എലി അപ്പം തിന്നണ പോലെ തിന്നുകളയും. അവിടെ നിന്ന് ഞങ്ങൾ അവശേഷിച്ച് കുറച്ച് പേർ അവശേഷിച്ചാൽ ഞങ്ങളുടെ മുമ്പിലുള്ളത് ജോർദാൻ നദിയാണ്. ജോർദാൻ നദിയിലൂടെ ഞങ്ങൾ നീന്തി ചെല്ലുമ്പോഴുണ്ട് അപ്പുറത്ത് ജബുസേര്, പെരിസേര്, അതുപോലെ കനനീസ്, അവർ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫറവോനോട് പട്ടാങ്ങി പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ പട്ടിണിയില്ല കഴിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ മോസസ് പറയുക, അങ്ങയുടെ ജനം തിരിച്ചു പോകണ യഹോവ. അവർ പോയി ഫറവോനോടൊക്കെ പട്ടാങ്ങി പറഞ്ഞിട്ട് പട്ടിണിയില്ല മരിക്കാൻ വേണ്ടി നിൻ്റെ വഴികളിൽ നിന്ന് പോയി. നീ ചെങ്കടപ്പെടുത്തി കൊണ്ടുവന്നത് വെറുതെയായെന്ന് പറയും. നീ വാഗ്ദാന നാട് ചൂണ്ടിക്കാണിച്ചതും വെറുതെയായി. അവർക്ക് പേടിയാണ് ജീവിതത്തെ കാണുമ്പോഴേ. നമ്മളിൽ പലരും പേടിച്ചാണ് ഇവിടെ വന്ന് നിൽക്കണത്. കടങ്ങൾ കാണുമ്പോൾ, രോഗങ്ങൾ കാണുമ്പോൾ പേടിയാണ് നമുക്ക്. അവർക്ക് പേടിയാണ് ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവം പറയും ഞാൻ അവരുടെ കൂടെ വരുമെന്ന്. വ്യക്തിയായി ശക്തിയായി ഞാൻ അവരുടെ കൂടെ വരും. ഞാൻ അവിടെ കൂടെ വരാൻ, വ്യക്തിയായി ശക്തിയായി കൃപയായി അവിടെ കൂടെ വരാൻ നീ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ കള്ളസാക്ഷ്യം നൽകരുത്, നീ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അങ്ങനെ 10 നിബന്ധന കൊടുത്തപ്പോഴേ ആ നിബന്ധനയുമായി ഇറങ്ങി വന്നിട്ട് മോശം ജനങ്ങളോട് പറയും നമ്മുടെ ദൈവം വ്യക്തിയായി ശക്തിയായി നമ്മുടെ കൂടെ സഞ്ചരിക്കും കൃപാസനമായി. അപ്പോഴ് ജനങ്ങൾ പറയുന്ന വാക്കാണ് കർത്താവ് ഞങ്ങളുടെ കൂടെ വ്യക്തിയായി ശക്തിയായി കൃപയായി ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെ വെല്ലുമെങ്കിൽ, ജോർദാൻ വറ്റിക്കുമെങ്കിൽ, ജെറിക്കോ പൊടിക്കുമെങ്കിൽ we will keep the commandment. ഞങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യും, അവൻ പറഞ്ഞതുപോലെ ചെയ്യും. അതാണ് മരിയൻ ഉടമ്പടിയുടെ അന്തരാത്മാവ്. കൈ ഇടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയെ കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങള്, മരിയൻ ഉടമ്പടിയെക്കുറിച്ച് തിരുവചനത്തിന്റെ അധിഷ്ഠിതമായ കർത്താവേ ദിവ്യശാസ്ത്രമായ പഠനങ്ങൾ ഞങ്ങൾക്ക് പ്രബോധനമായി നൽകിയതിന് നന്ദി പറയുന്ന കർത്താവേ, നിബന്ധനകൾ പാലിച്ച് ദൈവമഹത്വപ്പെടുത്താൻ കർത്താവെ ഞങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ. പാടാം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എൻ്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം ഇടവകയിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ 4ാമത്തെ ഉടമ്പടിയാണ്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 ഇപ്പോൾ എടുത്തിരിക്കുന്ന ഉടമ്പടി പുതുക്കിയത് മാർച്ച് മാസത്തിലാണ്. ഈ മാർച്ച് മാസം പുതുക്കുമ്പോൾ ഞാനൊരു ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനിയാണ്.
നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലമൊക്കെ വന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. അപ്പോൾ എനിക്ക് മുന്നോട്ട് വലിയ തുകകളൊക്കെ വേണ്ടി വരുന്നു. മുന്നോട്ട് പോകാൻ വലിയ വലിയ പ്രതിസന്ധികൾ വന്ന സമയത്ത് വീണ്ടും ഏപ്രിൽ മാസം വന്ന് മാർച്ച് മാസം വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ ആദ്യം വെച്ചിരുന്ന ഒരു കാര്യം, ഞാനധികം ലോണുകളൊന്നും എടുക്കാതെയാണ് ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. പക്ഷേ പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നു. ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടി ഞാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ മുമ്പ് വെച്ചിരുന്ന ഒരു ഹൗസിംഗ് ലോണുണ്ട്, അത് പുതുക്കിയാൽ മാത്രമേ പുതിയ ലോൺ അനുവദിക്കൂ എന്ന് പറഞ്ഞു. പല ബാങ്കുകളിലും സമീപിച്ചു, എല്ലാവരെയും ലോണ് തരാമെന്ന് പറഞ്ഞു. ഏകദേശം കഴിഞ്ഞ മാർച്ച് മുതൽ ഈ മാർച്ച് വരെ ഞാൻ നടന്നിട്ട് കമ്പനിയുണ്ട്, വേറെ അസറ്റുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും എനിക്ക് ലോണ് കിട്ടുന്നില്ല. ഓരോ ടെക്നിക്കൽ കാരണങ്ങൾ പറഞ്ഞത് മാറ്റി പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ പല കമ്പനികൾക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട വലിയൊരു പ്രതിസന്ധി വന്ന സമയമാണ് ഈ മെയ് മാസം 20-ാം തീയതി. അപ്പം ഞാനിതെന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രതിസന്ധിയിലൂടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കറിയാം എന്തെങ്കിലും ഒരു മാർഗം മാതാവ് കാണിച്ചു തരുമെന്നൊരു നല്ലൊരു വിശ്വാസവും ആത്മവിശ്വാസവും ധൈര്യവും എനിക്കുണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധികൾ വന്ന സമയത്തും ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഏത് സാഹചര്യം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യവും എപ്പോഴും എനിക്ക് കിട്ടുകയും അതിലൂടെ ഓരോ സന്ദർഭങ്ങളിലും വേണ്ട മാതാവിൻ്റെ ഒരു കൃപയോടുകൂടി എങ്ങനെ നമ്മൾ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് പ്രസ്ഥാനം അല്ലെ കമ്പനി നിന്ന് പോകാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ വന്നൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോണ് എടുത്തേ പറ്റൂ, വലിയൊരു തുക കണ്ടെത്തണം, അത് കൊടുത്തേ പറ്റൂ. ഈ മാസം 20-ാം തീയതി, ഇന്നിപ്പോൾ 7-ാം തീയതിയായി. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് എപ്പോഴോ ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്, അതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സ്പെസിഫിക്കായിട്ട് പറയാനിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് ഞാൻ ഇവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിരിക്കാം, രോഗമായിരിക്കാം, ഒരു നല്ലൊരു ഡോക്ടറെ കാണാനായിരിക്കാം, അതിനുള്ളൊരവസരങ്ങൾ മാതാവ് നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ട ഒരു കാരണം പറയുമ്പോൾ നമുക്കൊരു അച്ഛൻ പറഞ്ഞൊരു ഒറ്റ കാര്യമാണ്, നമുക്കൊരു ഫോൺ കോളുകളായിരിക്കാം നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ ഫോൺ കോളുകളൊക്കെ വന്നാൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം, അത് നെഗ്ലക്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ അച്ഛൻ്റെ എപ്പോഴോ പറഞ്ഞൊരു ടോക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ വളരെ പ്രതിസന്ധിയോടുകൂടി, ഇപ്പം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് കേട്ടോ, വിഷമിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, 20-ാം തീയതി ആയിക്കൊണ്ടിരിക്കുന്നു, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം ഈ സമയം 1 മണി 1:20 എൻ്റെ ഒരു സുഹൃത്ത്, ലോണ് നടക്കുന്നില്ല, എനിക്ക് ഫണ്ട് 20-ാം തീയതി കൊടുത്തേ പറ്റൂ, ഒരു സാധ്യതയില്ല, ലോണ് പുതുക്കിയാൽ മാത്രമേ ഉള്ളൂ, ലോൺ പുതുക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തിയേ പറ്റൂ. 1 മണി 20 20-26 മിനിറ്റിൽ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എൻ്റെ കൂടെ ദുബായിൽ ഇവിടെ പഠിച്ചിരുന്ന പയ്യൻ ദുബായിലാണ്. എൻ്റെ ഒരു ഭയങ്കര ഫ്രണ്ടൊന്നുമല്ല, വെറുതെ ഒരു ഫോൺ കോൾ. അദ്ദേഹം എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കും, കാര്യങ്ങൾ പറയുന്നു. അപ്പം സാധാരണ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പം വളരെ വിഷമത്തിൽ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഞാനിങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, വൈകിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറയുകയാണ്. ഞാൻ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപയാൽ എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് പുതിയതെടുക്കാനുള്ള എല്ലാ ഫണ്ടും എനിക്ക് അദ്ദേഹം ഇട്ടു തന്നു.
മാതാവിനും തിരുക്കുറിമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛൻ പറഞ്ഞ ആ ഒറ്റ ടോക്കാണ് നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ ഏത് തരത്തിലാണ് മാതാവിൻ്റെ അനുഗ്രഹം നമുക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ചിലപ്പോൾ ഒരു വ്യക്തികളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോളുകളിലൂടെ ആയിരിക്കാം. അങ്ങനെ വന്നൊരു ഫോൺ കോളാണ് എന്നെ ഈ അൾത്താരയിൽ ഇപ്പോൾ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഞാൻ ഭയങ്കര ദേഷ്യം എൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഈ ഉടമ്പടിയിലൂടെ വന്നതോടുകൂടി എനിക്ക് വളരെ ശാന്തമായും സമാധാനമായിട്ടും ദേഷ്യമെല്ലാം മാറി എല്ലാവരോടും സമാധാനത്തോടു കൂടി പറയാനുള്ള, ഇപ്പോൾ ഓഫീസിലാണേലും വീട്ടിലാണേലും സുഹൃത്തുക്കളോടാണേലും അങ്ങനെ ഒരു ജീവിതത്തിൽ വലിയൊരു മാറ്റം എനിക്ക് അനുഭവിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടിയിലായിരിക്കുവാണെങ്കിൽ ഏത് പ്രതിസന്ധികൾ എന്നെ പഠിപ്പിച്ചതും ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായൊരു കാര്യമാണ്. ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് പ്രതിസന്ധി വന്നാലും ആ സമയങ്ങളിൽ മാതാവിൻ്റെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളൊരു സന്ദേശമല്ല, നമ്മളെ മനസ്സിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് കിട്ടും. ആ ഒരു രീതിയിൽ ജീവിക്കുകയാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം ഉടമ്പടിയോട് കൂടിയുള്ള ജീവിതമായിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണേ, തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹമാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അത്യാവശ്യം ഫീൽഡിലായിരിക്കുന്നതുകൊണ്ട് രോഗികളെ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോകുന്നുണ്ട്, കാണുന്നുണ്ട്, സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ആത്മീയ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പേപ്പറുകൾ, പത്രം എല്ലാ വീടുകളിലും കൊടുക്കാൻ പറ്റുന്ന, ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലേക്കൊക്കെ ആണെങ്കിൽ മലയാളികളായിട്ടുള്ള, ഞാൻ മലയാള പത്രമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെഡിസിൻസൊക്കെ അയക്കുന്ന കൂട്ടത്തിൽ ഡോക്ടേഴ്സിനൊക്കെ അയക്കുന്ന സമയത്ത് നമ്മളങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയ വഴി സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്. അല്ലെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാവർക്കും അത് മീഡിയ വഴി അയച്ചു കൊടുക്കാറുണ്ട്. സ്റ്റാറ്റസായിട്ടും അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് വന്നാൽ പള്ളിയിലെല്ലാം ഞായറാഴ്ചയും പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നില്ല. ഒരു 4 വർഷമായിട്ട്, പ്രത്യേകിച്ചും 1 വർഷമായിട്ട് കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇവിടെ അല്ലെങ്കിലും എവിടെയാണേലും പള്ളിയുള്ള സ്ഥലത്താണെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കും. അത് നിർബന്ധമാണ്. അങ്ങനെയുള്ള ആത്മീയ ജീവിതത്തിൽ ഇപ്പം നയിച്ചു വരുന്നു.